തിരികെ എത്താം ഗ്രാമഭംഗിയിലേക്ക്. ഇന്ന് ഗ്രാമഭംഗിയിൽ കടയ്ക്കൽ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റായ ദീപു RS ചടയമംഗലം സാറുമായിട്ടാണ് നമ്മൾ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കടയ്ക്കല് കൃഷി ഓഫീസിലാണല്ലോ, അപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ എപ്പോഴും കൃഷിഭവൻ സന്ദർശിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് അവിടുത്തെ ഒരു റെസ്പോൺസ്? വളരെ വളരെ നല്ല റെസ്പോൺസാണ്. കടയ്ക്കൽ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം കടയ്ക്കൽ മലയോര മേഖലയാണ്. അവിടെ ധാരാളം വെല്ലുവിളികളും ഞങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് ഞങ്ങളെ കർഷകരെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ കാട്ടുപന്നിയുടെ ശല്യം ധാരാളം ഉണ്ടാവാറുണ്ട്. അതുപോലെ മുള്ളൻ പന്നിയുടെ ശല്യം, അതൊക്കെ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു എന്നുള്ള പരാതിയാണ് ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും. അപ്പോൾ അതിന് സർക്കാരും വിവിധ പദ്ധതികൾ വനം വകുപ്പും ഒക്കെ ആസൂത്രണം ചെയ്തു. നമ്മുടെ ഗവൺമെൻറ് തന്നെ പഞ്ചായത്ത് തന്നെ ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് വേലി നിർമ്മിച്ച് പിന്നെ നമ്മൾ അതിന് കർഷകരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രത്യേക പദ്ധതി കടയ്ക്കൽ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും കർഷകരും എല്ലാത്തിനും നല്ല സഹകരണമുള്ള കർഷകരാണ്, സ്നേഹസമ്പന്നരായ കർഷകരാണ്. അവിടെ പിന്നെ നെൽകൃഷിക്കാർ ധാരാളമുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ സ്നേഹസമ്പന്നരാണ്, നമ്മളോടൊപ്പം സഹകരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം അവരുടെ കൃഷി ഫീൽഡുകളിൽ നമ്മൾ സന്ദർശിക്കും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അവർക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അറിയുന്നതിനെ ഉപരിയാണെങ്കിൽ അവർ ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ വളരെയധികം സഹകരണത്തോടും സ്നേഹത്തോടു കൂടിയും ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെ കഴിഞ്ഞു പോവുകയാണ് അവിടുത്തെ കർഷകരും ഒക്കെ. കൃഷി എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ, ഒരു കൂട്ടായ്മ. തീർച്ചയായും കർഷകരും കൃഷി ഭവനം എന്ന് പറയുന്നാൽ അവരുടെ വീട്ടിൽ എങ്ങനെയാണോ അവർ പെരുമാറുന്നത് അത്രയും സ്നേഹത്തോടു കൂടിയ കുടുംബാംഗങ്ങളെ പോലെയാണ് കൃഷി ഉദ്യോഗസ്ഥരെ കാണുന്നത്. കൃഷി ഉദ്യോഗസ്ഥരെ അവരോട് സഹകരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു, ഒരു സ്നേഹബന്ധം ഉണ്ടാവുന്നു. അപ്പോൾ അവർക്ക് കൃഷി ചെയ്യാൻ കൂടുതൽ പ്രേരണ ഉണ്ടാവുന്നു, അല്ലേ? അപ്പം കൂടുതൽ അവരെ നമ്മൾ നിലവിൽ കൃഷി ചെയ്തിരിക്കുന്ന കൃഷിക്കാരെ നിലനിർത്തുകയും കൃഷിയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയും അവരെ കൃഷിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അത് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ പുതിയതായിട്ട് കൃഷിയിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല വെല്ലുവിളികളും നമ്മളതിനകത്ത് നേരിടുന്നുണ്ടെങ്കിലും ആ വെല്ലുവിളികളെല്ലാം നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സാർ, ഈ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് പച്ചക്കറി നടുന്നത് പ്രോത്സാഹിപ്പിക്കാനായിട്ടൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളെ തന്നെ ഇപ്പം സ്കൂളുകളിൽ പച്ചക്കറി കൃഷിയെ ഇപ്പോൾ 10 സെൻറ്റെങ്കിലും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സബ്സിഡി ആനുകൂല്യം കൊടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഏതെങ്കിലും സ്കൂളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളവിടെ പോയി കുട്ടികൾക്ക് പച്ചക്കറി കൃഷിയെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അധ്യാപകർ നമ്മളെ കൃഷിഭവനുകൾ സന്ദർശിക്കാറുണ്ട്. അവരെ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, സംശയങ്ങൾ ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ കർഷകർക്ക് ഇപ്പം പുതിയ കർഷകർ നമ്മളിവിടെ വരണമെങ്കിൽ വിദ്യാർത്ഥി സമൂഹം കൃഷിയിലേക്ക് വരേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ വിദ്യാർത്ഥി സമൂഹം കൃഷിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം. അതിന് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. സർക്കാരും അത്തരത്തിൽ തന്നെയാണ് ഇതിനെ കാണുന്നതും. അപ്പോൾ അത് തന്നെ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരു പദ്ധതി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ സ്കീമുകൾ ഉണ്ട്. ഇപ്പോൾ സ്കൂളുകൾ മാത്രമല്ല കോളേജുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സന്നദ്ധ സംഘടനകളുടെ വായനശാലകൾ, അതുപോലെ അംഗൻവാടികൾ, ഇവിടങ്ങളിലൊക്കെ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർക്ക് വിത്ത്, വളങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാറുണ്ട്. അത് കടയ്ക്കൽ പഞ്ചായത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ നമ്മൾ ഓരോ വർഷവും പദ്ധതികൾ വരുന്നതനുസരിച്ച് ആസൂത്രണം ചെയ്യാറുണ്ട്. ആ കാര്യത്തിൽ സർക്കാർ വളരെയധികം ശ്രദ്ധ അതിനകത്ത് ചെലുത്തുന്നുണ്ട്. നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM ശ്രോതാക്കളോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഒരു മെസ്സേജ് നൽകാമോ? തീർച്ചയായിട്ടും. ഒരു മെസ്സേജ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ റേഡിയോ സാന്ത്വനം കേൾക്കുന്നത് ഒരു സാന്ത്വന സ്പർശമായി എൻ്റെ വാക്കുകൾ നിങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ ഞാൻ ഇതിൽ കൃതാർത്ഥനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പുതിയ കൃഷിയിലേക്ക്, പുതിയ രീതിയിലുള്ള നൂതന രീതിയിലുള്ള കൃഷി രീതികളെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. കൂടുതൽ നമ്മൾ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നാം വെറുതെ ഇരിക്കാതെ നമ്മുടെ ഉള്ള സ്ഥലത്ത് കൂടുതൽ നമ്മൾ മികച്ച പച്ചക്കറി കൃഷി, നമ്മുടെ ഒരു മനുഷ്യന് ഒരു ദിവസം 300 ഗ്രാം പച്ചക്കറിയാണ് ആവശ്യം. നമ്മളൊരു 30 ഗ്രാം പോലും പച്ചക്കറി നമ്മൾ കഴിക്കുന്നില്ല. അപ്പം 300 ഗ്രാം പച്ചക്കറി കഴിക്കേണ്ട സ്ഥാനത്ത് 30 ഗ്രാം പച്ചക്കറി കഴിക്കുന്നത് കൊണ്ടും നാം എപ്പോഴും കടകളിൽ പോയി വിഷമടിച്ച പച്ചക്കറി കഴിക്കുന്നത് കൊണ്ടുമാണ് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നമ്മളെ ബാധിക്കുന്നത്. കേരളം ഒരു ഉപഭോഗ സംസ്ഥാനമാണെങ്കിലും ആ ഉപഭോഗ സംസ്ഥാനത്തെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ഇത് കൊടുക്കുന്നത് സംസ്ഥാനമായി
അപ്പം നമ്മളൊരു ഉപഭോക്തൃ സംസ്കാരത്തിൽ നിന്ന് മാറി ഉൽപ്പാദക സംസ്കാരത്തിലേക്ക് നമ്മൾ മാറി നമ്മുടെ നാടിനെ സ്വയം പര്യാപ്തതയിൽ പച്ചക്കറി കൃഷിയിലായാലും വാഴ കൃഷിയിലായാലും ഇഞ്ചി കൃഷിയിലായാലും മറ്റ് നെൽകൃഷിയിലായാലും ഒക്കെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിന് നാം എല്ലാവരും പച്ചക്കറി കൃഷിയെയും വാഴ കൃഷിയെയും എല്ലാത്തരം കൃഷിയെയും സ്നേഹിക്കുകയും അത്തരം കൃഷി ചെയ്യുകയും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നെൽകൃഷിയെ നാം കൈപിടിച്ചുയർത്തി ആ നെൽകൃഷിയെ സംരക്ഷിക്കുന്നതിനും നമുക്ക് പ്രത്യേക ശ്രദ്ധ നമ്മൾ ചെലുത്തണം. നമ്മൾ ഒരു സെൻറ്റ് നിലമുണ്ടെങ്കിലും അത് നികത്താതെ അത് ഈ നാടിൻ്റെ സ്വത്താണ്, പ്രകൃതിയുടെ സ്വത്താണ്, ഈ ഭൂമിയുടെ സ്വത്താണ്. ഇതാണ് നമുക്ക് നമ്മുടെ ജീവനെ നിലനിർത്തുന്നത്. നമ്മുടെ നാടിൻ്റെ പ്രകൃതിയെയും കാലാവസ്ഥയെയും നിലനിർത്തുന്നുള്ള ബോധ്യത്തോടു കൂടി നാം പ്രവർത്തിക്കുകയും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ജീവനാണ്, നമ്മുടെ ജീവശ്വാസമാണ് എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിച്ച് നാം എല്ലാവരും ഈ നാടിനെ ഉന്നതിയിലേക്കും പുരോഗതിയിലേക്കും നയിക്കണമെന്നുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തട്ടെ. താങ്ക് യു സർ. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട മറ്റ് വിശേഷങ്ങളുമായി ഗ്രാമഭംഗിയുടെ അടുത്ത അധ്യായത്തിൽ ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചെങ്ങാതികൾ 100 നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാതികൾ 100 നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയുടെ വഴി 100 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറും ഒരു കനവാർന്നു. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടതു പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറും ഒരു കനവാർന്നു. പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ.